ചെയ്തത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ സന്ധി കിടക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റ് വാളിയാണ് ചുറ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ സ്ലാബ് പൊട്ടിച്ചു മാറ്റുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അവിടെ ഒരു ഭാഗത്ത് അതിനെ കട്ട് ചെയ്ത് കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ചുറ്റിക കൊണ്ടും അടിച്ചു മാറ്റിയൊക്കെയാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഒരു പരിക്കും ആർക്കും ഉണ്ടാകാത്ത രീതിയിലാണ് അവരുടെ വളരെ ശ്രദ്ധയോടുകൂടി ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരെയും പുറത്തെത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇപ്പോൾ ആ ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി രക്ഷാപ്രവർത്തനം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. അതിന് കൈമെയ് മറന്ന് അവിടെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാം ചേർന്ന് ശ്രമിക്കുകയാണ്. അലൻ അവിടെ തുടരുന്നുണ്ട്. അലൻ, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ആശ്വാസം നൽകുന്നതാണ്. രണ്ടുപേരെ തൊട്ടടുത്ത് ഇവരുണ്ട്, അവരെ തൊടാവുന്ന രീതിയിൽ തന്നെ ഉണ്ട്. പക്ഷേ വലിച്ചെടുക്കാൻ കഴിയില്ല, സ്ലാബുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന രീതിയാണ്. ആ സ്ലാബ് പൊട്ടിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇനി പോംവഴിയുള്ളത്. അതിപ്പോൾ ആ പ്രവൃത്തി അത് എത്രമാത്രം പൂർത്തിയായിട്ടുണ്ട്? അതായത് നമുക്കിപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് നൽകാൻ വേണ്ടി കഴിയുന്ന വിവരം, അതായത് ഇപ്പോൾ നിലവിൽ ഈ JCBക്ക് ഈ പരിസ്ഥിതിക്ക് എത്തുന്നതിന് വേണ്ടി 2 മരങ്ങൾ കൂടി മാറ്റേണ്ടതായുണ്ട്. ആ മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തൂടെയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ സ്ലാബ് സ്ലാബ് കട്ടർ ഉപയോഗിച്ചും ചുറ്റികയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ സ്ലാബ് കട്ട് ചെയ്ത് മാറ്റുന്നു. നിലവിൽ ഇപ്പോൾ റോപ്പ് എത്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. രക്ഷാപ്രവർത്തകർ റോപ്പ് എത്തിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഉള്ളിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള, പരിക്കേൽക്കാതെ അവരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയുള്ള റോപ്പ് എത്തിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗമായുള്ള ഫയർഫോഴ്സ് സേനയിലെ 2 അംഗങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങി അവരെ കൈയെത്തിപ്പിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്ത് നിന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി വെള്ളം ഉൾപ്പെടെ ഉള്ളിൽ നിന്നും വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു. അവർക്ക് വെള്ളവും എത്തിച്ചു നൽകിയിട്ടുണ്ട്. അവർ സുരക്ഷിതരായി കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് നമുക്ക് ഏറ്റവും സുദൂരദീക്ഷയോടുകൂടി നൽകാൻ കഴിയുന്ന ഒരു കാഴ്ച. എന്നിരുന്നാലും ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ഈ സ്ലാബ് മുറിച്ചു മാറ്റി അവരെ പുറത്തെത്തിക്കേണ്ടതുണ്ട്. അതായത് ഈ പ്രദേശത്ത് ഒരു മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ്. ഈ ഒരു മണ്ണിടിച്ചിൽ ഇനി വീണ്ടും ഉണ്ടായാൽ സ്വാഭാവികമായും വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പ്രദേശം മാറും. സ്വാഭാവികമായും ഈ മേഖലയിലെ മുഴുവൻ രക്ഷാപ്രവർത്തകർ ഇത് തൊട്ട് താഴെ തന്നെ നിൽക്കുകയാണ്. അവരാരും പിൻവാങ്ങി പോകാൻ തയ്യാറായിട്ടില്ല. മാറാൻ പലവട്ടം പറഞ്ഞിട്ടും തയ്യാറായിട്ടില്ല. കാരണം അതൊരു നിരവധി ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തങ്ങളൊപ്പമുള്ള ആളെ പുറത്തെത്തിക്കാതെ പോകില്ല എന്നുള്ള നിലപാടിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രദേശവാസികളും. അതേസമയം ഫയർഫോഴ്സ് സേനയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.